ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഗംഗാധര മേനോനും ശിവനും മനുവൊക്കെ ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലെത്തി കേട്ടോ. എന്നിട്ട് ഗംഗേട്ടൻ അലീനയോട് പറയുന്നുണ്ട്, ഇവിടുന്ന് പോവാമെന്ന് അറിഞ്ഞു, നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, വൈജിയോട് പറയാൻ പറ്റുന്നതിൽ മാക്സിമം ഞാൻ പറഞ്ഞു, പക്ഷേ അതൊന്നും കാര്യമില്ല, വൈജിയോട് പറയുന്നതിൽ എനിക്ക് തെറ്റു പറ്റിപ്പോയി എന്നൊക്കെ പറയാണ് ശിവൻ. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, നമുക്ക് പറയാനേ പറ്റൂ, ചെയ്യിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് അവർ രണ്ടാളും അകത്തേക്ക് പോവാട്ടോ. പിന്നെ കയറി വരുമ്പോൾ തന്നെ കൃഷ്ണമോളെ കാണുന്നുണ്ട് കേട്ടോ. അന്നേരം കൃഷ്ണമോള് ഗുഡ് മോർണിംഗ് അങ്കിളേ എന്ന് പറയാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ക്ലാസ്സില്ലേ, പോയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല തലവേദന, അങ്ങനെ കിടന്നു എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അങ്ങനെ കുറവുണ്ടോ എന്ന്. അന്നേരം പറയുന്നുണ്ട്, ഇപ്പോൾ ഓക്കെ എന്ന് പറയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, എന്നാൽ ബബിതയുടെ കൂടെ പോവായിരുന്നില്ലേന്ന്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് ശരിയാവില്ല അങ്കിളെ, ഇന്ന് ലീവാണെന്ന് മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ച് പോയി എന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ ബാലേന്ദ്രനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാട്ടോ. കയറി പോകുന്ന സമയത്ത് ശിവൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ വരുന്നില്ലേന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, അങ്കിളിൻ്റെ നിന്ന് വാങ്ങിക്കാനുള്ളത് നിങ്ങൾ രണ്ടാളും വാങ്ങിച്ചാൽ മതി, എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങൾക്ക് നമ്മൾ രണ്ടാളും പോയാൽ മതി എന്ന് പറയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കുന്നത് ഒരു വിഹിതം അവനും കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് സാരമില്ല, നമ്മൾ പറയുന്നത് ശരിയാണെന്ന് നമ്മളെ മനസ്സിലില്ലേ, അവരെ ജീവിതം രണ്ടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവർ കയറി പോവാട്ടോ. എന്നിട്ട് അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്, ചായ എടുക്കട്ടെ, കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, വേണ്ട, ചായ മതി എന്ന് പറഞ്ഞിട്ട് അലീന അടുക്കളയിലേക്ക് പോവാട്ടോ. എന്നിട്ട് കൃഷ്ണ മനുവിനോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് പോകാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് അച്ഛൻ ഇന്നലെ വന്നേന്ന് പറയാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അത് എവിടെയാണെന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അത് മാത്രം പറഞ്ഞില്ല, സേഫ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, അലീനക്ക് അറിയുമെന്ന്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അറിയില്ലാന്ന് തോന്നുന്നു എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു നോക്കാം എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തായാലും പോകുന്നില്ല ഉറപ്പല്ലേ ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അതെ ഉറപ്പാണ്, അതല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് പറയാണ്. നമുക്ക് നോക്കാന്നേ, നീ സങ്കടപ്പെടേണ്ടെന്ന് മനു കൃഷ്ണയോട് പറയാം കേട്ടോ. ഞാൻ കാണിക്കുന്നത് ബാലേന്ദ്രനാണ് കേട്ടോ. ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് വാതിൽ തട്ടുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് പോയി ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഗംഗേട്ടനെ ശിവേട്ടനെ കേട്ടോ കാണുന്നത്. അന്നേരം ബാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടനെ ഞാൻ ഇന്നലെ കൂനൂരിൽ നിന്ന് കണ്ടതേ ഉള്ളൂ എന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒന്നുകൂടി കാണണം തോന്നി, എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ ഗംഗേട്ടൻ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിനക്ക് എന്നെ കാണാൻ വേണ്ടി കാർ ഓടിച്ച് അങ്ങ് വരെ എത്താൻ കഴിയുമെങ്കിലും നിന്നെ കാണാൻ എനിക്ക് ഇങ്ങോട്ടും വന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല, വാ കയറി വാ എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വാ ശിവേട്ട, എന്താ അവിടെ തന്നെ നിന്നെ, വാ കയറി ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ കാണാൻ കൂനൂർ വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലേ ഇവിടെ എത്തിയെന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വെറുതെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതല്ലോ, ഞാനൊരു അഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നതല്ലേ എന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, എന്നിട്ട് സ്റ്റാലിൻ ജോസഫിനെ കണ്ടോ എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കണ്ടു, സംസാരിച്ചു, അലീനയുടെ കാര്യം പറഞ്ഞു എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തു പറഞ്ഞു, അലീന എന്ന മകൾ ഉണ്ടെന്ന് അംഗീകരിച്ചോ അതോ നിഷേധിച്ചോ എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് സ്റ്റാലിൻ ജോസഫ് ആണും പെണ്ണും കെട്ടവനൊന്നുമല്ലല്ലോ, അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് അവനറിയാലോ. ഇന്ത്യയെ ആഗ്രയിൽ വെച്ച് പ്രേമിച്ചതും ഗർഭിണിയാക്കിയതും അവരെ അമ്മ മരിച്ചപ്പോൾ അവർ നാട്ടിൽ പോയ തക്കം നോക്കി 8 മാസം ഗർഭിണിയായ അവളെ നാട്ടിലേക്ക് കടത്തിയതെല്ലാം അയാൾ എന്നോട് പറഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അലീനയെ സ്വീകരിക്കാൻ അയാൾ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് കുറച്ച് സമയം എടുക്കുന്നോ പറഞ്ഞതെന്ന് പറയാണ്. ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേറെ എന്ത് പറയാൻ. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, വൈജയന്തിയെ തേടി അവർ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട് എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അയാളെ കഥ എന്തിനും ഞാൻ കേട്ടോണ്ടിരിക്കണം, അലീനയെ വേണോ വേണ്ടോ എന്നേ എനിക്കറിയേണ്ട ആവശ്യമുള്ളൂ, വേണമെങ്കിലല്ലേ ഇനി കഥ കേൾക്കേണ്ട ആവശ്യമുള്ളൂ, വേണമെങ്കിൽ എനിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു കുരുക്കായി വരും ബാലേന്ദ്ര, ഞാനൊരു സൊല്യൂഷൻ പറയട്ടെ എന്ന് പറയാണ്. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, അലീനയെ സ്റ്റാലിന് വിട്ടുകൊടുക്കേണ്ട, അവളെ വേറൊരു സ്ഥലത്തേക്ക് സേഫായിട്ട് മാറ്റിയാൽ പോരെ, അവൾക്ക് വേണമെങ്കിൽ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാം, ഒരു ജോലിയും വാങ്ങിച്ചു കൊടുക്കാം, കുറച്ച് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറയാണ്. ഒരു വിവാഹ ആലോചന വരുമ്പോൾ നമുക്കത് നടത്തി കൊടുക്കാം. ശിവേട്ടൻ പറയുന്നുണ്ട്, ഇലക്കും മുള്ളിലും കേടില്ലാതെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇലക്ക് പ്രശ്നമാവട്ടെ, മുള്ള് കാത്തിരിക്കുക ഒരു ഇല വന്ന് വീഴാൻ വേണ്ടിയിട്ടെന്ന് പറയാണ്. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, ആർക്കും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഈ കാര്യം പരിഹരിക്കാമെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എറണാകുളത്ത് 2 ബെഡ്റൂം, ഒരു ഫ്ലാറ്റ്, പിന്നെ 25 ലക്ഷം ഡെപ്പോസിറ്റ്, ഇതൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയാം കേട്ടോ, ഇതൊന്നും അലീനയോട് പറയണ്ട, ഇതൊക്കെ അലീന അറിഞ്ഞാൽ അവളൊരു സ്നേഹനികേതനം തുടങ്ങും, ആ പൈസയും കൊണ്ട് അവളൊരു
ചെറിയ വീട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനൊരു പരിഹാരം വേണ്ടേ, സ്റ്റാലിൻ അവളെ സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കുക, എന്നാൽ ബാക്കി എന്താ ചെയ്യുക ബാലേന്ദ്ര എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരു കുടുംബയോഗം വിളിച്ചു കൂട്ടും, എന്നിട്ട് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും, എന്നിട്ട് ബാക്കി എന്താണെന്ന് ആലോചിച്ചാൽ പോരെ എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് അലീന ചായയും കൊണ്ട് വരുന്നതാട്ടോ. മനുവേട്ടന് ഒരു കപ്പ് ചായ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മനുവേട്ടന് ഇരിക്കും, ഞാൻ ഈ ചായ കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അത് ഇങ്ങോട്ട് താ ചേച്ചി, ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ വാങ്ങിച്ചിട്ട് മേലേക്ക് കയറി പോവാട്ടോ. എന്നിട്ട് അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇരിക്കാത്തേ? അന്നേരം മനു പറയുന്നുണ്ട്, ഇരിക്കാം. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂട്ടിയിട്ട് വന്നതിൻ്റെ ഉദ്ദേശം? എന്നിട്ട് മനു പറയുന്നുണ്ട്, ആരാ ഈ എല്ലാവരും? ഞാനൊരു ഡ്രൈവറായിട്ട് വന്നതെന്ന് പറയണം. അന്നേരം അലീന പറയുന്നുണ്ട്, ബാക്കി രണ്ടുപേരും ഡ്രൈവിങ് അറിയാത്തവരാണല്ലോ എന്ന് പറയണം. എന്നിട്ട് മനു പറയുന്നുണ്ട്, മുന്നേ ഒക്കെ കൊല്ലപ്പള്ളിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ നിനക്ക് പേടിയായിരുന്നില്ലേ, നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നുണ്ട് എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, മുന്നേ അവിടുന്ന് എല്ലാവരും വന്നുകൊണ്ടിരുന്നത് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനായിരുന്നു, ഒരാളെ ഒഴികെയെന്ന് പറയാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അതാരാ ഒരാൾ? അന്നേരം അലീന പറയുന്നുണ്ട്, ആ ആൾ എന്നെ ഇവിടെ ഇറക്കി വിടുന്നതിന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ, അതിലൊരു മാറ്റം ഉണ്ട് എന്ന് പറയാണ് മനു. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്ത് മാറ്റാ മനു ഏട്ടാ? ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ പോവല്ലേ പോവല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടെന്ന് പറയണം. അന്നേരം അലീന പറയുന്നുണ്ട്, അത് ശരിയാ. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഇപ്പോൾ നീ പോവല്ലേ പോവല്ലേ എന്ന് പറയാൻ ഇപ്പോൾ എത്ര പേരാ ഇവിടെ? വൈജാൻറ്റി ഒഴികെ ബാക്കി എല്ലാവരും, കൊല്ലപ്പള്ളി അമ്മ ഒഴികെ ബാക്കി എല്ലാവരും, ഇപ്പോൾ അച്ഛനും വല്യച്ഛനും വന്നിരിക്കുന്നതും അതിന് തന്നെയാണ്. നിന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അതിന് ഇവിടെ വന്നിട്ട് എന്താ കാര്യം, അതിനുള്ള പരിഹാരം കൊല്ലപ്പള്ളി തന്നെയാണ് എന്ന് പറയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട്, അതൊരു പാറയാണ്, കരിമ്പാറ, അവിടെ പയറ്റി തോറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ട് എന്താ കാര്യം, അച്ഛന് ഞാൻ പോകുന്നതിൽ ഒട്ടും താല്പര്യമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് എന്തിനാണ് പോകുന്നതെന്ന് മനുവേട്ടന് അറിയാലോ. അന്നേരം മനു പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോയാൽ വൈജാൻറ്റി ഉറപ്പായിട്ട് ഇവിടെ തിരിച്ചു വരും, അത് കഴിഞ്ഞിട്ടോ അങ്കിളെ അങ്ങേയറ്റം രൂക്ഷമായിട്ട് പ്രതികരിക്കും എന്ന് പറയാണ് മനു. ആൻറ്റിക്ക് ഒരു വോയിസും ഉണ്ടാകത്തില്ല ഒരു കാര്യത്തിനും. അങ്ങനെ പറയല്ലേ മനുവേട്ടാന്ന് പറയാണ് അലീന. എന്നിട്ട് മനു പറയുന്നുണ്ട്, അലീന പോകാൻ കാരണം ഒറ്റ ഒരാൾ വൈജയന്തി അല്ലേ, ആൻറ്റിയോട് ക്ഷമിക്കുമോ അങ്കിള്? അലീനയോട് ഒരിക്കൽ പോലും ക്ഷമിക്കാൻ പറ്റാത്ത ആൻറ്റിയോട് അങ്കിള് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയാണ് മനു. എന്നിട്ട് മനു പറയുന്നുണ്ട്, അപ്പോൾ പോവാനെന്ന് തീരുമാനിച്ചു, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, എന്നെ ആരോ ആദ്യ വഴിയിൽ വെച്ച് ഇട്ടിട്ട് പോയ പോലെ തോന്നുകയെന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ആരോ, ഞാനോ? അങ്ങനെയൊന്നുമില്ല മനുവേട്ടാ, ഞാൻ വിളിക്കും മനുവേട്ടനെ എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല നീ പോയാൽ പിന്നെ. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല മനുവേട്ടാ, മനുവേട്ടനെ അങ്ങോട്ട് വരാമല്ലോ, ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടും വരും, എനിക്കും കാണണ്ടേ എല്ലാവരെയും എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, എല്ലാവരെയും, അപ്പോൾ എന്നെ കാണണ്ട അല്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല മനുവേട്ടൻ എൻ്റെ മനസ്സിൽ അത്രയും വലിയ ആളാണെന്ന് പറയാണ്. അത് പറഞ്ഞ ഉടനെ തന്നെ ഗംഗേട്ടനും ശിവനും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു എഴുന്നേറ്റ് നിന്നിട്ട് പോയി ചോദിക്കുന്നുണ്ട്, എന്തായി വലിച്ച കാര്യം എന്തെങ്കിലും നടന്നോ എന്ന് പറയാണ്. അന്നേരം ഗംഗേടൻ പറയുന്നുണ്ട്, തോറ്റുപോയോ, ഒന്നും നടന്നില്ല എന്ന് പറയാണ്. മനു ചോദിക്കുന്നുണ്ട്, ഇനി എന്നാ ചെയ്യും എന്ന് പറയാണ്. അന്നേരം ഗംഗേടൻ പറയുന്നുണ്ട്, ശ്രമിച്ചു നോക്കുക, എഗെയിൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയാണ്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതൊന്നും ബാലേന്ദ്രൻ കേട്ടിട്ടില്ല, അലീനയെ നല്ലൊരു സ്ഥലത്ത് സേഫായ സ്ഥലത്തെ ഏൽപ്പിക്കുമെന്നും പറഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് ഗംഗേടൻ പറയുന്നുണ്ട്, മനു നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് ഇറങ്ങി പോവാട്ടോ. പിന്നെ കാണിക്കുന്നത് സ്റ്റാലിൻ ജോസഫിൻ്റെ 2 സഹായികളെ കേട്ടോ, ആൻഡപ്പച്ചേട്ടനെയും മറ്റൊരു സഹായിനെയും കാണിക്കുന്നുണ്ട്. ഇത് പറയുന്നുണ്ട്, ആൻഡപ്പച്ചേട്ടൻ അതിനെ അവിടെ ആക്കിയിട്ട് വാ, വേറെ ലിസ്റ്റ് വന്നു എന്ന് പറയാണ്. എന്നിട്ട് ആൻഡപ്പച്ചേട്ടൻ ലിസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കുറേ ഉണ്ടല്ലോ, ആ പാലക്കാരൻ വന്നതിന് ശേഷം കേണൽ സാറിന് എന്തോ ഒരു പ്രശ്നമില്ലേ, ഇരിപ്പ് ഉറക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടല്ലേ കുടിക്കുന്നതെന്ന് പറയാണ്. ആ പാലക്കാരൻ എന്തിനാ വന്നതെന്ന് ആർക്കും ഒരു പിടിയില്ലല്ലോ, അവൻ്റെ കൂടെ വന്ന അയാളോടും ഞാൻ ചോദിച്ചു, അവനും അറിയില്ല, അതൊരു കിഴങ്ങൻ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാലിൻ വിളിക്കുന്നുണ്ട് കേട്ടോ, ആൻ്റപ്പാന്ന്. എന്നിട്ട് ആൻ്റപ്പൻ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സ്റ്റാലിൻ അപ്പോഴേക്കും എന്തൊക്കെയോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, മുന്നേത്തെ ഓർമ്മകളെല്ലാം സെർച്ച് ചെയ്തിട്ട് ഒരു ആൽബം സ്റ്റാലിനിൽ കിട്ടി കേട്ടോ. അത് വൈജയന്തിയും സ്റ്റാലിനും ഒന്നിച്ച് ഉണ്ടായ ഫോട്ടോ കേട്ടോ. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാലിൻ്റെ പപ്പേനെ വിളിക്കുന്നുണ്ട്. പപ്പ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പപ്പ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ആൽബിയുടെ വീട്ടിലാണ്, അവൻ്റെ ഫ്രണ്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുടിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുന്നുണ്ട്. അന്നേരം സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ ഫിറ്റാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പപ്പ പറയുന്നുണ്ട്, ഇല്ല, അത് ഇന്നലെ അടിച്ചു കഴിഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, പപ്പ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് പറയാണ്. അന്നേരം പപ്പ ചോദിക്കുന്നുണ്ട്, എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചെറിയൊരു കാര്യമുണ്ട് എന്ന് പറയാണ്. പറയുന്നുണ്ട്, ആൽബിയെ മറ്റോ കൂട്ടണമെന്ന്. അന്നേരം
സ്റ്റാലിൻ പറയുന്നുണ്ട് വേണ്ട പപ്പ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരൂലേന്ന്. അന്നേരം പപ്പ പറയുന്നുണ്ട് ഞാൻ വരാടാ, ഞാൻ എത്ര ദൂരം ഡ്രൈവ് ചെയ്യാറുണ്ട്, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.